മേരിക്കുട്ടി വരുന്നുണ്ട്. നീ എങ്ങോട്ടാ? ചന്തയിലേക്ക്. ഞങ്ങൾ കൊണ്ടുവിടാ. വേണ്ട, പിടിച്ച് വണ്ടി കയറടാ. കുട്ടയും വട്ടിയായിട്ടാണ് ഒരു നല്ല സ്ഥലത്തേക്ക് വരണം. പതിനാല്, 15, 16, 17, 18, 19, 20, 21. തന്റെ മകളെ ആ മോഹൻ ഉത്സവം കൂടെ ജീപ്പെ പിടിച്ച് കെട്ടിക്കൊണ്ട് പോയി. ചതിച്ചോ കർത്താവേ? എങ്ങോട്ടാ കൊണ്ടുപോയത്? വിലാസിയുടെ വീട്ടിലേക്കാണെന്ന് തോന്നുന്നു. അറിവില്ലായ്മ കൊണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞു കാണും. ക്ഷമിച്ചോളാ, ഇനി അവളെതിരൊന്നും പറയല. ഞാനും നിന്നെ പോലെയാണ് കരുതോടി. പെണ്ണിന് കുടുംബത്ത് പോയി അപ്പനെ കാണണ്ടാന്ന് തോന്നുന്നു. കാണണ്ടാ, എന്നാലും നീ ഒന്നും വിചാരിക്കുന്നത് നടക്കത്തില്ലടാ. ശരി, എങ്കിൽ അത് തന്നെ ഒന്ന് പരീക്ഷിച്ചാളെ. തറാമോളി പോ. പോകാൻ ഞാനും പോണോ ആശാനെ? വേണ്ട, നീ നിക്ക്. ആശാനെ, ഞാനൊന്ന് മൂത്ത് ഓടിച്ചിട്ട് വരാം. നിന്നെ ഇവിടുന്ന് പോലീസ് പിടിക്കാനുള്ള ഗതി എന്താണെന്ന് അറിയാലോ. അതുകൊണ്ട് അനങ്ങി പോരുക. ചോദിക്കോളൂ. ഓ, നീയായിരുന്നോ? എന്ത് വേണം? മേരിക്കുട്ടി എവിടെ? മേരിക്കുട്ടിയോ? ഏത് മേരിക്കുട്ടി? എന്റെ മകള്. തന്റെ മോള് തന്റെ വീട്ടിൽ കാണും. നിങ്ങൾ അവളെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയത് കണ്ടവരുണ്ട്. അതിനിപ്പോ എന്ത് വേണം? മര്യാദയ്ക്ക് അവളെ ഇറക്കി വിടൂ. ഇല്ലെങ്കിൽ ഇറക്കിക്കൊണ്ട് പോകും. എങ്കിൽ അതൊന്ന് കാണട്ടെ. മോളെ, നിന്നെ അവൻ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ മോളെ? ഇല്ലപ്പാ. ശ്രീധരൻ കുഞ്ഞിനെ വഴി വെച്ച് കണ്ടോണ്ട് എന്റെ മോടെ മാനം പോയില്ല. ഈശ്വരൻ എനിക്ക് ഒരേ ഒരു മകനെ തന്നു. അവനിങ്ങനെ ആയിപ്പോയി. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും മത്തായിക്കുട്ടി? കൊച്ചമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സഹിക്കാൻ വയ്യാതായി, അതുകൊണ്ട് വന്നതാ. ഇങ്ങനെ ഒരു മകൻ ഇല്ലാതിരിക്കായിരുന്നു ഭേദമെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഏതായാലും മത്തായിക്കുട്ടി പോയിക്കോളൂ. അവൻ വരട്ടെ, ചോദിക്കാം. അയ്യോ, അങ്ങനെ ചോദിച്ചാൽ മാത്രം പോരെ കൊച്ചമ്മേ. എന്നാ അവനെ കൂടെ തല്ലിക്കൊല്ലാം. എന്നിട്ട് ഞങ്ങൾ ജയിലിൽ പോയേക്കാം. തൃപ്തിയാവോ മത്തായിക്ക്? മത്തായിയോട് ഇങ്ങനൊന്നും പറയരുത്. ഇവിടുത്തെ ചോറാണ് ഈ തടി. ചായക്കട തുടങ്ങാനുള്ള പണം മരിച്ചുപോയ ഇവിടുത്തെ ഏമാനാണ് തന്നത്. ഇങ്ങനെ ഒരു കാര്യമുണ്ടായാൽ മത്തായി ഇവിടെ ഒന്ന് പറയണ്ടേ? അവനോട് ഇനി ചെയ്യാനും പറയാനും ഒന്നുമില്ല മത്തായി. മകനാണ് അനന്തരവനാണെന്ന് പറഞ്ഞാൽ കൊന്നാ ജയിലിൽ പോണ്ടേ? ആ പേടിയുമായി ഒതുങ്ങി കഴിയാണ് ഞങ്ങൾ. മത്തായി പോകുന്നു കൊച്ചമ്മേ. ഇനി ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല ചേട്ടാ. എന്തെങ്കിലും തീരുമാനിച്ചാൽ മതിയാവൂ. എന്ത് തീരുമാനിക്കാനാ? നാട്ടുകാരെ കരിഞ്ഞെങ്കിലും ആ അസുരസന്തതിക്ക് വിഷം കൊടുത്തങ്ങോട്ട് കൊല്ല. എന്നിട്ട് നമ്മളും ചാവുക. അതാ ഇനി ചെയ്യേണ്ടത്. തുടർന്ന് കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനം നൽകുന്നതും അതിനുശേഷം കുമാരി രാധിക BSc നയിക്കുന്ന നൃത്ത സംഘത്തിന്റെ നൃത്ത പരിപാടികൾ ഉണ്ടായിരിക്കുന്നതുമാണ്. കുമാരി രാധിക BSc. ഇവളാര്? വരവായിരിക്കും. ആരായാലും നമ്മളത് പൊളിക്കും. അച്ഛനെ, ഇത് ലയൺസ് ക്ലബിന്റെ പരിപാടിയാ. ലയണല്ല, പൂച്ച ക്ലബിന്റെ പരിപാടിയായാലും നമ്മളത് പൊളിക്കും. BScക്കാരി അങ്ങനെ ഡാൻസ് കളിക്കണ്ട. ശരി, പൊതുപരിപാടിയല്ലേ, പൊളിച്ചു കളയാ. അതാണല്ലോ നമ്മുടെ ഒരു ചിട്ട. സാധനം എന്തോന്ന്? നീർക്കോലിയോ തവളയോ? മുളംകുറ്റിയിൽ നീർക്കോലി ആയിക്കോട്ടെ. ഉത്തരവ്. ഗുരുജനങ്ങളെ, കലാസ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, നൃത്ത പരിപാടി ആരംഭിക്കുകയാണ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഡാൻസ് വളരെ നന്നായിരുന്നു. താങ്ക്സ്. എവിടെ നാട്? ഒരു പരിപാടി ബുക്ക് ചെയ്യാൻ വേണ്ടിയാ. ഞാനിങ്ങനെ പരിപാടിക്കൊന്നും പോകാറില്ല. കോളേജ് യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം വാങ്ങിയ പരിപാടിയാണിത്. അച്ഛന്റെ ചില സ്നേഹിതന്മാർ വന്ന് നിർബന്ധിച്ചതുകൊണ്ട് ആ ബാല ഇവിടെ അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. അച്ഛൻ ഡാൻസറാണോ? നോ, ഹീസ് എ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ. അച്ഛന്റെ അഡ്രസ് ഒന്ന് തരാം.
ബുദ്ധിമുട്ടില്ലെങ്കിൽ അല്പം വെയിറ്റ് ചെയ്യൂ. ഞാൻ ഈ മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് ഒന്ന് എഴുതി തരാം. മോസ്റ്റ് ഗ്ലാഡ്ലി ഐ വിൽ വെയിറ്റ്. അമ്മാവൻ എന്തിനാ ചിരിക്കുന്നത്? എങ്ങനെ ചിരിക്കാതിരിക്കും എന്റെ അനന്തരവാ. ഭാനു, നീ ഇവൻ പറയണത് കേട്ടോ? എന്താ ചേട്ടാ? അവന് വിവാഹം കഴിക്കണമെന്ന്. വിവാഹോ? ആ, എന്താ ചെയ്തൂടെ? ചേട്ടാ, അതിന് നിനക്കാരെങ്കിലും പെണ്ണ് തരുമോ? അത് ഇനി അന്വേഷിച്ചാലേ പറയാൻ പറ്റൂ. പെണ്ണിനെയൊക്കെ അവൻ കണ്ടുവച്ചിട്ടുണ്ട്, അഡ്രസ്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനൊന്ന് പോയി ആലോചിച്ച് ഉറപ്പിച്ച് നടത്തി കൊടുത്താൽ മതി. ശരിയായി പോയി. നിനക്കിനി കല്യാണം ആലോചിക്കാൻ പോവാത്ത കുറ്റമേ ഉള്ളൂ. നേരത്തെ ആലോചിക്കാൻ പോയിടത്തൊക്കെ ഉണ്ടായ അനുഭവം മറന്നു. എന്നാലും ഞാൻ പോവാൻ ഭാനു, എന്റെ അനന്തരവിന് വേണ്ടിയല്ലേ. പക്ഷേ ഒരു ആംബുലൻസ് വാൻ കൂടി പുറകെ അയച്ചേക്കണം. അതെന്തിനാ ചേട്ടാ? കയ്യും കാലും ഒഴിഞ്ഞു കിടക്കുന്ന എന്നെ അവിടെ നിങ്ങോട്ട് എടുത്തോണ്ട് പോരണ്ടേ? അവൻ ഒരു കല്യാണക്കാരിയും കൊണ്ട് വന്നിരിക്കുന്നു. ഇങ്ങനെ ചിലതൊക്കെ ജീവിതത്തിൽ വേണ്ടി വരുമെന്ന് നേരത്തെ ഓർമ്മിക്കേണ്ടതായിരുന്നു. നേരത്തെ ഞാൻ പല തെറ്റും ചെയ്തിരിക്കാം. ഇനി ഒരിക്കലും അത് ആവർത്തിക്കില്ല. എടാ അനന്തരവനെ, ഇപ്പൊ നിനക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമോശം തോന്നാൻ എന്താ കാര്യം? ഇങ്ങനെയൊക്കെ ചോദിച്ച് അമ്മാവൻ എന്നെ വിഷമിപ്പിക്കരുത്. മരണം വരെ ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല അമ്മാവ. ശരി, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ അമ്മയും അമ്മാവനും കൂടെ രാധികയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. ഏത് രാധിക? അതെല്ലാം ഞാൻ അമ്മാവനോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ പെൺകുട്ടി സമർത്ഥയായിരിക്കണം. ഇല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ വീഴാൻ കാര്യമില്ല. നീ നന്നാവാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ആ പെണ്ണിന്റെയും അച്ഛന്റെയും കാല് പിടിച്ചിട്ടായാലും ഈ കല്യാണം ഞാൻ നടത്തിത്തരാം. നീ ദൈവത്തിന് മനസ്സിൽ ധ്യാനിച്ച് ആ അഡ്രസ് കൊടുതാ. മോനെ, കാപ്പി എടുത്തു വെച്ചിരിക്കുന്നു, പോയി കുടിക്കേ. അനു, ഈ കല്യാണം നടന്നാൽ ഇവ നന്നാവും. ലീലേ, ഇതെടുത്തോട്ട് പോ. ഞാൻ ഇനി കുടിക്കില്ലെന്ന് പറഞ്ഞില്ലേ? എടുത്തോണ്ട് പോവാൻ. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു മോഹൻ സാറേ. സാർ എന്നെ ഉപേക്ഷിച്ച പിന്നെ എനിക്ക് ആരുമില്ല. നുണ പറയല്ലേ വിലാസിനി, നിനക്ക് പലരും ഇല്ലേ? എന്റെ സ്ഥിതി അതാണോ? ആശാനായിട്ടും ശിഷ്യനായിട്ടും കൂട്ടുകാരനായിട്ടും ഉണ്ടായിരുന്ന ആകെ ഒരു തിരിയല്ലേ? ഈ കടുങ്കൈ കാണിച്ചാ പിന്നെ ഞാൻ വഴിയാധാരമല്ലേ? ഞാൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഒന്നും ചെയ്തില്ലേ, പിന്നെ കല്യാണം ചെയ്യാൻ പോണെന്ന് പറഞ്ഞതോ? എനിക്ക് പിന്നെ കല്യാണം കഴിക്കണ്ടേ? എങ്കിൽ പിന്നെ എന്നെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്തിനാ? ഒരു തൊഴിൽ വെച്ചാണല്ലോ. ഞാനാണ് ഇവളോട് താമസിപ്പിച്ചിരിക്കുന്നത്. താമസിപ്പിച്ചിരിക്കുന്നത് ഞാനാ. എന്നാലും സാറിന് ഇവളോടൊരു പ്രത്യേക മമത ഉണ്ടായിരുന്നല്ലോ. മമത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവൾക്ക് കൈ നിറയെ കാശും കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? അത് നേരാ. മേലാൽ അവിടുന്ന് വന്നിട്ടുണ്ട്, ഇവിടുന്ന് വന്നിട്ടുണ്ട്, പുതിയത് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആളെ വിടരുത്. ഇനിയെങ്കിലും ഞാനൊന്ന് നേർവഴിക്ക് ജീവിച്ചോട്ടെ. ഓ, ഇതെന്റെ അവസാനത്തെ വരവാ. ഇതാ, ഇതിരിക്കട്ടെ. എല്ലാ ഇടപാടുകളും തീർത്തിരിക്കുന്നു. വരട്ടെ? ഇല്ല, ഞാൻ യാത്ര പറയില്ല. അത് നിന്റെ ഇഷ്ടം. ഞങ്ങൾക്കൊന്നുമില്ലേ? എല്ലാവർക്കും കൂടെ ചേർത്താ കൊടുത്തിരിക്കുന്നത്. അയ്യോ, അപ്പൊ എന്റെ കാര്യം ആശാനെ. നീ പോയി എന്തെങ്കിലും ജോലി ജീവിക്കടാ. എന്നാ ഒരു തമ്പുരു മേടിക്കാനുള്ള കാശെങ്കിലും താ. ഹരിശങ്കര ശിവശങ്കരമാണ് ജീവിച്ചോളാം. ദൈവം നമ്മളെ ചതിക്കും ഉത്തമ. നോട്ട് ഷുവർ. ഭഗവാനെ, ഈ കല്യാണം ഒന്ന് കലക്കി തരണേ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ അനന്തരവനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഭാനു. ഇവനെ നേർവഴിക്ക് കൊണ്ടുവരാൻ ആ പെൺകുട്ടിക്ക് കഴിയും. നേരാണോ ചേട്ടാ? അതേടി, നല്ല കുട്ടി, വീടും വീട്ടുകാരും ഒക്കെ കൊള്ളാം. പിന്നെ സാമ്പത്തികമായി അവർ സ്വല്പം പിന്നാക്കമാണ്. സ്വത്തിന്റെ കാര്യം പോട്ടെ ചേട്ടാ, വേണ്ടതിലേറെ ഇല്ലേ ഇവിടെ? നമ്മുടെ മോന്റെ കാര്യത്തിൽ അവർ അഭിപ്രായ വ്യത്യാസം വല്ലതും പറഞ്ഞു എന്നാണ് എനിക്ക് അറിയേണ്ടത്. അത് പറയാൻ ഇവനെ പറ്റി ഇതുവരെ അവർക്കൊന്നും അറിഞ്ഞൂടല്ലോ. പെണ്ണിന്റെ അച്ഛൻ ഇവനെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്ന് വരും അമ്മ? 5-ാം തീയതി വരാമെന്നാ പറഞ്ഞത്. ഓ, അവന്റെ ഒരു തിടുക്കം കണ്ടില്ലേ? എന്റെ ഗുരുവായൂരപ്പ, ഈ കല്യാണമെങ്കിലും നടത്തി തരണേ. ഇത് നടക്കും ഭാനു. അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്താനോ ഇവൻ ഇങ്ങനെ ഒരു നിർബന്ധം തോന്നാനോ വല്ല കാര്യമുണ്ടോ? ഇത് ദൈവനിശ്ചയ. മോഹൻ ഇനി ടൗണിൽ പോകുമ്പോ ആ വീടും സ്ഥലമൊക്കെ വേണമെങ്കിൽ ഒന്ന് കണ്ടോ. ശരി അമ്മ. ആ പെൺകൊച്ചും കൂടെ വന്നോട്ടെ ഭാനു. നിന്റെ മോൻ തങ്ക കമ്പി പോലെ ആവും. എന്റെ ദൈവമേ. ഞാനൊരു കാര്യം ചോദിച്ചാ നേര് പറയൂ? ചോദിക്കൂ. അന്ന് ഗ്രീൻ റൂമിൽ വെച്ച് ആദ്യമായി എന്നെ കണ്ടപ്പം എന്തോ തോന്നി? വെറുപ്പ് തോന്നിയോ? വെറുപ്പോ? പിന്നെന്താ, ഇഷ്ടം തോന്നിയോ? എന്തിനാ അറിയുന്നേ? എങ്കിൽ എനിക്ക് എന്തോ തോന്നിയെന്ന് പറയട്ടെ. എനിക്കൊരു പുതിയ ജീവിതവുമായി ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു തോന്നി. കളിയാക്കണ്ട. സത്യം. ഇന്നലെ വരെ ഞാനൊരു എരപ്പാളിയായിരുന്നു. ചെയ്യാത്ത കൊലപാതകങ്ങളൊന്നുമില്ല. പക്ഷെ രാധയെ കണ്ടു കഴിഞ്ഞപ്പം ഒരു പുതിയ തേജസ് എന്നിലെ കടന്നു വന്ന പോലെ തോന്നി. ഇങ്ങനെ മോശം പറയാനാണെങ്കിൽ ഞാൻ പോവാ. മോഹസ്തുതിയല്ല രാധയെ, സത്യം പറഞ്ഞാണ്.
ഇതുവരെ ഞാൻ ആരുടെയും നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇനി മുതൽ എന്നെ നിയന്ത്രിച്ച് നേർവഴിക്ക് കൊണ്ടുപോകേണ്ടത് രാധികയാണ്. എന്റെ നിയന്ത്രണത്തിൽ നിന്നില്ലെങ്കിലോ? അതൊരിക്കലും ഉണ്ടാവില്ല. എത്ര കൊള്ളരുതാത്തവനും ആരെങ്കിലും ഒരാളെ അനുസരിച്ചെന്നിരിക്കും. എന്നെ അനുസരിപ്പിക്കാൻ ജനിച്ചത് രാധികയാണ്. അമ്മ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു, കുറച്ചൊക്കെ അമ്മാവനും. അതെല്ലാം കേട്ടപ്പം ഈ കല്യാണം വേണ്ടായിരുന്നു എന്ന് തോന്നിയിരിക്കും. അങ്ങനെ തോന്നിയില്ല. ചൂടും ചുണയുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ, നന്നാക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ഭർത്താവ്, അതാണ് തോന്നിയത്. ഞാൻ രക്ഷപ്പെട്ടു. രാധികയെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നൃത്തം ചെയ്യിച്ചതിന് ഈശ്വരന് സ്തുതി. ഇനിയൊരു തമാശ പറയട്ടെ. അന്ന് ഞങ്ങൾ വന്നത് നൃത്തം കാണാൻ വേണ്ടിയായിരുന്നില്ല, നൃത്തം പൊളിക്കാനായിരുന്നു. കയ്യിലൊരു നീർക്കോലി ഉണ്ടായിരുന്നു. നീർക്കോലിയോ? അതെ. പക്ഷെ നൃത്തം തുടങ്ങിക്കഴിഞ്ഞപ്പം നീർക്കോലിയെ പുറത്തെടുക്കാൻ തോന്നിയില്ല. എല്ലാം മറന്നുപോയി. ആളുകളുടെ ഭാഗ്യം. എന്റെയും.